Okay, good afternoon, all. A hearty welcome to you all to this starting session of process control for the fifth semester of instrumentation engineering students. This session is conducted by Shaiju sir. He is currently working as lecturer in instrumentation engineering in Government Women's Polytechnic College, Kottakkal. He has got 17 years of teaching experience in this field. Okay, now I handing over this session to you, sir. Thank you. ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് പ്രോസസ് കൺട്രോൾ ക്ലാസ് ആരംഭിക്കാം. ഇതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പെന്നും പേപ്പറും ഉണ്ടാവും. പക്ഷേ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എഴുത്ത് നമുക്ക് പിന്നീടാവാം. പിന്നീട് ലിങ്കൊക്കെ നിങ്ങൾക്ക് പിന്നീട് തരാം. ഇപ്പൊ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇത് പ്രോസസ് കൺട്രോൾ 1 അതിൽ 4 മൊഡ്യൂൾസ് ഫസ്റ്റ് മുതൽ കൺസെപ്റ്റ് ഓഫ് പ്രോസസ് കൺട്രോൾ. കൺസെപ്റ്റ് ഓഫ് പ്രോസസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബേസിക് എന്താണ് പ്രോസസ് കൺട്രോൾ എന്നുള്ളത് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ മോഡ്സ് ഓഫ് കൺട്രോൾ ആൻഡ് കൺട്രോളർ വർക്ക് ചെയ്യുന്ന ഡിഫറെന്റ് മോഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് തേർഡ് യൂണിറ്റിൽ ഫൈനൽ കൺട്രോൾ എലിമെന്റ്, അതായത് എല്ലാ കൺട്രോൾ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ് കൺട്രോളിന്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളിലൊന്നാണ് ഫൈനൽ കൺട്രോൾ എലിമെന്റ്, വാൽവ്. ലാസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ ഇൻ പ്രോസസ് കൺട്രോൾ, ടെലിമെട്രി ആണ് ആ ഭാഗത്തെ ഡിസ്കസ്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് ആണ്, കൺസെപ്റ്റ് ഓഫ് പ്രോസസ് കൺട്രോൾ. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് പ്രോസസ് കൺട്രോൾ, ടു അണ്ടർസ്റ്റാൻഡ് പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ്, ടു അണ്ടർസ്റ്റാൻഡ് കൺട്രോൾ സിസ്റ്റം പാരാമീറ്റേഴ്സ്, ടു കോംപ്രിഹെൻഡ് ദ എക്സാമ്പിൾസ് ഓഫ് പ്രോസസ് കൺട്രോൾ സിസ്റ്റംസ്. നേരിട്ട് തന്നെ നമുക്ക് പ്രോസസ്സിലേക്ക് പോവാം. പ്രോസസ് കൺട്രോൾ എന്താണെന്ന് പറയുന്നത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് പ്രോസസ് എന്താണ്. പ്രോസസ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എയർ കണ്ടീഷൻ, റൂമിൽ നമ്മൾ എയർ കണ്ടീഷൻ ചെയ്യുന്നത്, അവിടെ ഒരു ടെമ്പറേച്ചറാണ് നമ്മുടെ ഒരു മെയിൻ പാരാമീറ്റർ. ടെമ്പറേച്ചർ ഒരു 25 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെയുള്ള ഒരു മെയിൻ പ്രോസസ്. അപ്പോൾ ആ ടെമ്പറേച്ചർ നമുക്കൊരു പ്രോസസ്സായിട്ട് നമുക്ക് മനസ്സിലാക്കാം. റൂമിലെ ടെമ്പറേച്ചർ ഇസ് എക്സാമ്പിൾ ഓഫ്. അനദർ എക്സാമ്പിൾ ഈസ് ലിക്വിഡ് ലെവൽ സിസ്റ്റം. നമുക്കറിയാം, ഡയഗ്രം നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു പ്രോസസ് ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിൽ നമ്മളൊക്കെ വീട്ടിലുള്ള ടാങ്ക് തന്നെയാണ്. നമ്മൾ കിണറിൽ നിന്ന് വെള്ളം അടിച്ച് ടാങ്കിലേക്ക് അടിക്കുന്നു. അതിന്റെ ഇൻപുട്ട് ഇവിടെ വരുന്നത് മോട്ടറിൽ നിന്നാണ്. ഔട്ട്പുട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഒരു സിമ്പിൾ ഈ സിസ്റ്റത്തിന് നമുക്കൊരു പ്രോസസ്സായിട്ട് എടുക്കാം. ഇവിടെ പ്രോസസ് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പാരാമീറ്റർ ആയിട്ട് ഇവിടെ ലിക്വിഡ് ലെവലാണ്. ഇവിടെയുള്ള പ്രസന്റ് ലെവൽ എച്ച് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. സ്മോൾ എച്ച് ആണ് നമ്മുടെ പ്രസന്റ് ലെവൽ. ഇവിടെ ക്യൂ ഇൻ ക്യൂ ഔട്ട് രണ്ട് പാരാമീറ്റർ നമ്മൾ ഇവിടെ കാണുന്നത്. ക്യൂ റെപ്രസെന്റ്സ് ഫ്ലോ റേറ്റ്. ക്യൂ ഇൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ് ടാങ്കിലേക്ക് വരുന്ന ഇൻപുട്ട് ഫ്ലോയിന്റെ റേറ്റ്. നമുക്ക് പല രീതിയിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ക്യൂ ഇൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ്. ബേസിക്കലി ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ്. ഇത്ര വോള്യൂം ഇത്ര സെക്കൻഡിൽ വരുന്നു, അതാണ് ക്യൂ ഇൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ക്യൂ ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാട്ടറിന്റെ ഫ്ലോ റേറ്റ്. ക്യൂ ഔട്ട്, Q represent flow rate, out represent outflow. So Q out is the output flow rate, which is also represented in cubic meter per second. Small h ഞാൻ പറഞ്ഞു. സ്മോൾ h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രസന്റ് ലിക്വിഡ് ലെവൽ. ക്യാപിറ്റൽ h എന്താണ് നമുക്ക് മനസ്സിലാക്കാം. തൊട്ടടുത്ത സ്ലൈഡിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അതിന്റെ ഡെഫിനേഷനിലേക്ക് ഒരിക്കൽ കൂടി പോവാം. പ്രോസസ് എന്താണെന്നുള്ള ഒരു ഡെഫിനേഷൻ. പ്രോസസ് denotes an operation or a series of operations on fluid or solid materials during which the materials are placed in a more useful state. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് ഒരു യൂസ്ഫുൾ സ്റ്റേറ്റിലേക്ക് ഒരു മെറ്റീരിയൽ നമ്മൾ എത്തിക്കുന്ന ഒരു പ്രോസസ്. ഇത് മാത്രമല്ല, പല രീതിയിൽ നമുക്ക് പ്രോസസ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷനാണ് ഈ കാണിച്ചത്. Next one is the objective of a process is to convert certain raw materials into desired products using available source of energy in the most economic way. രണ്ട് രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ബേസിക് പ്രോസസ് നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡ് ലെവൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രോസസ്. അടുത്ത സ്ലൈഡിലേക്ക്. രണ്ടാമതാണ് പ്രോസസ് കൺട്രോൾ എന്നുള്ള സെക്ഷൻ വരുന്നത്. പ്രോസസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ എന്നുള്ള ഈ പ്രോസസ്സിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ വേല്യൂ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതിനുവേണ്ടി ഹ്യൂമന്റെ സഹായത്തോടു കൂടി നമ്മൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഹ്യൂമൻ എയ്ഡഡ് കൺട്രോൾ. The main part of the systems are
Q in already discussed, already discussed, then Q out, output flow rate, and small h, which is the present liquid level. Then here S represents sight glass. Sight glass means it is process tank is in opaque, so we need to see the liquid level using this sight glass. It's basically it is a glass tube connected like this, and H is the desired value. Let's say, and valve is the final control element. We need to control the output flow rate using this valve. വാൽവ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ വാഷ് ബേസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാൽവ് ഉണ്ട്. നമ്മൾ വാട്ടർ കിട്ടാൻ വേണ്ടി വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യും. സെയിം വാൽവായിട്ട് തന്നെ എടുത്താൽ മതി ഈ വാൽവ്. ക്യാപിറ്റൽ എച്ച് ആണ് നമ്മുടെ ഡിസൈഡ് വാല്യൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലിക്വിഡ് ലെവൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ആ കോൺസ്റ്റന്റ് വാല്യൂ എന്നുള്ളത് ക്യാപിറ്റൽ എച്ച് ആയിട്ട് നമ്മൾ എടുക്കും. എന്താ ക്യാപിറ്റൽ എച്ച് ആണ് നമ്മുടെ ഡിസൈഡ് വാല്യൂ. എക്സാമ്പിളോട് കൂടി പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എച്ച് 1 മീറ്റർ ആണെന്ന് ചെയ്യും. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലെവൽ 1 മീറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ ഇപ്പോൾ നിലവിലുള്ള പ്രസന്റ് ലിക്വിഡ് ലെവൽ എന്ന് പറഞ്ഞാൽ സ്മോൾ എച്ച് ഇത് ക്യാപിറ്റൽ എച്ചിനേക്കാൾ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ maybe 1.2 meter. Let us consider it is a 1.2 meter. Capital H is our desired level. Small h is present liquid. So ഇവിടെ ഹ്യൂമൻ ഇവിടെയുണ്ട്. ഹ്യൂമൻ ഇങ്ങോട്ട് നോക്കിയപ്പോഴേക്കും മനസ്സിലായി സെറ്റ് പോയിന്റ് നമുക്ക് വേണ്ട ലിക്വിഡ് ലെവലിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ നിലവിലുള്ളത്. സോ അത് മനസ്സിലാക്കിയതിനു ശേഷം ഇയാളുടെ തലച്ചോറ് പ്രോസസ് ചെയ്യും. ഈ വാൽവ് കുറച്ച് തുറന്നു വിടണം എന്ന് അയാൾ മനസ്സിലാക്കി. ഇത് വാൽവ് തുറക്കുകയും ചെയ്യും. വാൽവ് തുറക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്യാപിറ്റൽ എച്ച് കുറഞ്ഞു വരാം. കുറഞ്ഞു വന്നു. ഇവിടുന്ന് കാണുന്നുണ്ട് സൈറ്റ് ഗ്ലാസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലാസ് ട്യൂബാണ്. നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാം ഇത് കുറഞ്ഞ് എപ്പോഴാണോ ക്യാപിറ്റൽ എച്ച് ഇത് എത്തുന്നത് അപ്പോൾ അയാൾ അത് ക്ലോസ് ചെയ്തു. അപ്പൊ നമ്മളുടെ ഡിസൈഡ് വാല്യൂയിലേക്ക് ആ ലിക്വിഡ് ലെവൽ എത്തി. പക്ഷെ ഇവിടെ നിൽക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻപുട്ട് ഫ്ലോ റേറ്റ് പിന്നെയും ഇൻക്രീസ് ചെയ്ത് വരാൻ തുടങ്ങി. അപ്പോൾ എഗെയിൻ പ്രസന്റ് ലിക്വിഡ് ലെവൽ ഇൻക്രീസ് ചെയ്യണം. പിന്നെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ അത് തുറന്നിട്ട് ഈ ക്യാപിറ്റൽ എച്ച് അല്ലെങ്കിൽ നമ്മുടെ ഡിസൈഡ് വാല്യൂ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇത് ലിക്വിഡ് ലെവൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ എച്ച് 1 മീറ്ററിനേക്കാൾ താഴ്ന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ഓപ്പറേറ്റർ ഈ വാൽവ് ക്ലോസ് ചെയ്ത് വീണ്ടും ഇത് ഇൻപുട്ട് വരുന്നുണ്ട്. വീണ്ടും ക്യാപിറ്റൽ എച്ചിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ എച്ചിന്റെ മുകളിലേക്ക് ലിക്വിഡ് ലെവൽ പോകുമ്പോൾ വീണ്ടും ഇയാൾ പോകുന്നു. ഇങ്ങനെ ഇതിന്റെ കൺട്രോളേഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. ഇതിന് ഇത്ര ഹ്യൂമന്റെ സഹായത്തോടു കൂടി പ്രോസസ് നടക്കുന്നതിന്റെ പറയുന്ന പേരാണ് ഹ്യൂമൻ എയ്ഡഡ് കൺട്രോൾ. ഇവിടെ പറയാം the main part of the systems are the liquid processing. This is an example of human aided control. The main part of the systems are a process tank and a valve, a human operator and a sight glass. Here Q in is the input flow rate, input meter per hour or cubic meter per hour. This is the input quantity. Then output quantity or output flow rate is Q out, which is the output flow rate. That represents cubic meter per minute or second, cubic meter per second. And H is our desired value, small h is present liquid level. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഡിസൈഡ് വാല്യൂവിന്റെ നമ്മൾ 1 മീറ്ററിൽ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിന് മുകളിലാണ് ഇപ്പോൾ പ്രസന്റ് ലെവലെങ്കിൽ വാൽവ് ഓപ്പൺ ചെയ്തിട്ട് വാട്ടർ പുറത്തേക്ക് പോകും. വീണ്ടും ക്യാപിറ്റൽ എച്ചിൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ക്യാപിറ്റൽ എച്ചിലേക്കാൾ താഴെയാണ് വാട്ടർ നിലനിൽക്കുന്നതെങ്കിൽ ഈ വാൽവ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും അത് ഇൻപുട്ട് വരുന്നുണ്ട്, ക്യാപിറ്റൽ എച്ചിലേക്ക് മെയിൻറ്റെയിൻ. ഇതാണ് ഹ്യൂമൻ എയ്ഡഡ് കൺട്രോൾ. അടുത്ത സ്ലൈഡിലേക്ക്. നെക്സ്റ്റ് വൺ ഇസ് ഓട്ടോമാറ്റിക് കൺട്രോൾ. ഓട്ടോമാറ്റിക് കൺട്രോൾ ഈ യൂണിറ്റ് മുഴുവൻ നമുക്ക് പഠിക്കാനുള്ളത് ഓട്ടോമാറ്റിക് കൺട്രോളാണ്. ഓട്ടോമാറ്റിക് കൺട്രോളാണ് പ്രോസസ് കൺട്രോളിന്റെ ഡെഫിനേഷനും ഓട്ടോമാറ്റിക് കൺട്രോളിന്റെ ഡെഫിനേഷൻ ചെയ്യുന്നത്. നമ്മൾ ഹ്യൂമൻ ഓപ്പറേറ്ററിനെ എടുത്തു മാറ്റിയിട്ട് പകരം കുറച്ച് ഇലക്ട്രോണിക്സ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് കൺട്രോൾ. ഒരു ഇലക്ട്രോണിക്സ് എങ്ങനെ നമ്മുടെ ഹ്യൂമന്റെ ആക്ടിവിറ്റീസ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ പാർട്ട് ഓഫ് ദ സിസ്റ്റം. These systems are this process tank, Q in, input flow rate, Q out, output flow rate, valve, actuator, controller, and a sensor or transducer. Basically, നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞു
സ്മോൾ ക്യാപിറ്റൽ എച്ച് ആണ് നമ്മുടെ സെറ്റ് പോയിന്റ് വാല്യൂ. സെറ്റ് പോയിന്റ് വാല്യൂ എന്ന് പറയാൻ നമുക്ക് എന്ത് ലെവലിലാണ് വാട്ടർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കേണ്ടത്. നമ്മളൊരു ടെമ്പറേച്ചർ സിസ്റ്റം ആണ് നേരത്തെ പറഞ്ഞ എയർ കണ്ടീഷൻ 25°C നമ്മൾ സെറ്റ് ചെയ്യുന്നെങ്കിൽ our set value is 25°C. In the case of liquid level, if you want to fix the liquid level at a particular value, that is a capital H is equal to set point. So in this case, let us consider 1 meter as our set point. Capital H is 1 meter. So set point is 1 meter. See here, set point, set value is 1 meter. Then what's the function of transducer or sensor? Level sensor convert this present liquid level into electrical signal, appropriate electrical signal. This is called a transducer. There are a lot of transducer available in the market for measuring liquid level. For example, this capacitive sensor, capacitive level sensor, or ultrasonic sensor. Ultrasonic sensor is very cheaper in this field. So can you use the ultrasonic sensor, converting this liquid level into electrical form. So this capital H is in this case 1 meter and small h is 1.2 meter. Then this 1.2 meter is fed to an error detector. This is called error detector. Error detector is a summing point or to make the difference between these two. Set point capital H minus this measured value. Measured value. This is called measured value. The sensor which is measure is measured value. So it will generate some error. Error means it is the difference between the set point and measured value. Measured value is transduced out. Transduction കഴിഞ്ഞിട്ടുള്ള output value. Signal condition ബാക്കി കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. Basically it is a transducer that converts this liquid level into electrical form. So capital H is 1 meter. This present liquid level is 1.2 meter. In this case, let us consider 1.2. Okay. Then the output error is equal to H, capital H minus small h. So 1 minus 1.2 meter, it will be 0.2 meter. Sorry, minus 0.2 meter. 1 minus 1.2 is minus 0.2. Minus 0.2 controller like one basically controller endu avam, controller computer avam, Arduino avam, PLC avam, microcontroller endu avam, controller മനസ്സിലാക്കും. മൈനസ് വാല്യൂ വന്നു കഴിഞ്ഞാൽ കൺട്രോളറിന് മനസ്സിലാവും. നമ്മൾ വിചാരിച്ച സെറ്റ് പോയിന്റ് വാല്യൂവിനേക്കാൾ മുകളിലാണ് ഇപ്പോൾ ലിക്വിഡ് ലെവൽ കിടക്കുന്നത്. തീർച്ചയായും വാൽവ് ഓപ്പൺ ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നു. ആക്ച്വേറ്ററിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. ആക്ച്വേറ്റർ എന്താന്ന് പറയുന്നതിന് മുമ്പ് കൺട്രോൾ വാൽവ് നോക്കും. കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വാഷ് ബേസിൻ മാത്രം കൺസിഡർ. വാഷ് ബേസിൻ നമ്മൾ വാട്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ തിരിക്കണം. വാഷ് ബേസിന്റെ വാൽവ് തിരിച്ചാൽ മാത്രമേ വാട്ടർ പുറത്തേക്ക് വരൂ. വാൽവ് തിരിക്കാൻ നമുക്ക് ഒരാൾ വേണം. ആ തിരിക്കുന്ന ആളാണ് ആക്ച്വേറ്റർ. Actuator is a device that converts electrical signal into appropriate movement. It may be rotary movement or linear movement. In this case of the control valve, if it is a butterfly valve or other type of valve, rotate ചെയ്യുന്ന വാൽവുകളാണെങ്കിൽ actuator will be motor or servo motor like that. It will rotate the control valve. Actuator rotate the control valve and open. When it open, liquid level starts. It will down means temperature liquid level will കുറഞ്ഞു വരും. ഇത് 1.2 ആണ്. വാൽവ് ഓപ്പൺ ചെയ്യുന്നു, ഇത് കുറഞ്ഞു 1.1 മീറ്റർ ആവുന്നു. ഇത് 1.1 മീറ്റർ ആയാലും ഇത് ഫീഡ്ബാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നു. 1.1 ആവുമ്പോഴും 1 minus 1.1 equal to minus 0.1. minus 0.1 നെഗറ്റീവ് ആണ്. കൺട്രോളർ മനസ്സിലാക്കുന്നു. നമ്മുടെ സെർവോ മോട്ടറിലേക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നു. സെർവോ മോട്ടർ ഇത് തുറന്ന് തന്നെ വെക്കുന്നു. വെള്ളം ഇത് പുറത്തേക്ക് പോകുന്നു. ഇത് എപ്പോഴാണോ 1 ആവുന്നത്, അതായത് നമ്മുടെ സെറ്റ് പോയിന്റ് H equal to 1 ആണ് നമ്മൾ പറഞ്ഞു. H equal to 1 ആണ്. സ്മോൾ എച്ച് വാട്ടർ പുറത്തേക്ക് പോകുമ്പോൾ ഇത് 1ലേക്ക് എത്തും. 1ലേക്ക് എത്തുമ്പോൾ കൺട്രോളർ മനസ്സിലാവും ദിസ് ഈസ് 1, സ്മോൾ h 1, capital H1. So error equal to 0. In this case error equal to 0. കൺട്രോളറിന് എറർ 0 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ഉടനെ ക്ലോസ് ചെയ്യാനുള്ള വാൽവ് ക്ലോസ് ചെയ്യും. ഇപ്പൊ നമ്മൾ വിചാരിച്ച സെറ്റ് പോയിന്റ് വാല്യൂയിലേക്ക് ഈ പ്രോസസ്സിന് നമുക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ നേരത്തെ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ ഹ്യൂമന്റെ കണ്ണാണ് നമ്മൾ ഈ സെൻസർ കണ്ണായിട്ട് എടുത്താൽ മതി. കണ്ണ് എന്ന് പറഞ്ഞത് മെഷർ ചെയ്തു. ഈ കൺട്രോളർ എന്ന് പറഞ്ഞാൽ അയാളുടെ ബ്രെയിൻ ആണ്. ബ്രെയിൻ യൂസ് ചെയ്തിട്ട് പ്രോസസ് ചെയ്ത് ഒന്നുകിൽ വാൽവ് ഓപ്പൺ ചെയ്യണോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യണോ ചെയ്യും. ഇത്രയാണ് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ് കൺട്രോൾ നടക്കുന്നത്. ഏതൊരു പാരാമീറ്ററും നമുക്ക് ഇതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ എയർ കണ്ടീഷന്റെ കേസിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. അവിടെ പാരാമീറ്റർ
മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഇതിൽ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടി പറയാം. ഫസ്റ്റ് നമ്മൾ സെറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നമുക്ക് ഡിസൈർഡ് വാല്യൂ, ഏത് വാല്യൂലാണ് പ്രോസസ് ഫിക്സ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആ വാല്യൂന് പറയുന്നതായിരുന്നു സെറ്റ് പോയിന്റ്. രണ്ടാമത്തത് കൺട്രോൾഡ് വേരിയബിൾ. ഇവിടെ ലിക്വിഡ് ലെവലാണ് ബേസിക് പാരാമീറ്റർ, കൺട്രോൾ ചെയ്യേണ്ട ബേസിക് പാരാമീറ്റർ. സോ ലിക്വിഡ് ലെവലിൽ നമുക്കിവിടെ കൺട്രോൾഡ് വേരിയബിൾ, ലിക്വിഡ് ലെവലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, അത് കൺട്രോൾഡ് വേരിയബിൾ. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട പാരാമീറ്റർ ആണ് മാനിപ്പുലേറ്റഡ്. അതാണ് മാനിപ്പുലേറ്റഡ് അല്ലെങ്കിൽ കൺട്രോളിംഗ് പാരാമീറ്റർ. കൺട്രോളിംഗ് പാരാമീറ്റർ അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് വേരിയബിൾ. മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഏത് വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് ലിക്വിഡ് ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ വേരിയബിളിന് പറയുന്നത്. ഇവിടെ ഈ ലിക്വിഡ് പുറത്തേക്ക് പോകുന്ന ലിക്വിഡിന്റെ ഫ്ലോ റേറ്റ് കൊണ്ടാണ് നമ്മൾ, ഫ്ലോ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ലിക്വിഡിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്ന് പറയുന്നത് പുറത്തേക്ക് പോകുന്ന വാട്ടറിന്റെ ഫ്ലോ റേറ്റ് ആണ്. കൂടി പറയാം, വളരെ പ്രധാനപ്പെട്ട കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട പാരാമീറ്റർ. ഫസ്റ്റ് പാരാമീറ്റർ ക്യൂ ഇൻ ആണ്. ക്യൂ ഇൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫ്ലോ റേറ്റ്, ക്യൂ ഔട്ട് ഔട്ട്പുട്ട് ഫ്ലോ റേറ്റ്, ക്യാപിറ്റൽ എച്ച് സെറ്റ് പോയിന്റ്, സ്മോൾ എച്ച് ഇപ്പോൾ പ്രസന്റ് ലെവൽ. ഇവിടെ സെറ്റ് പോയിന്റ് ഉണ്ട്, സെറ്റ് പോയിന്റ് ആണ് നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ എച്ച്. കൺട്രോൾഡ് വേരിയബിൾ നമുക്കറിയാം, ഇവിടെ കൺട്രോൾ ചെയ്യേണ്ട വേരിയബിൾ കൺട്രോൾഡ് വേരിയബിൾ. ലിക്വിഡ് ലെവലാണ് ഇവിടെ കൺട്രോൾഡ് വേരിയബിൾ, ലെവലാണ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത്. ലിക്വിഡ് ലെവൽ ഈസ് കൺട്രോൾഡ് വേരിയബിൾ. മാനിപ്പുലേറ്റഡ് വേരിയബിൾ ഈസ് ലിക്വിഡ് ഫ്ലോ ഔട്ട്പുട്ട് ഫ്ലോ റേറ്റ്, ലിക്വിഡിന്റെ ഔട്ട്പുട്ട് ഫ്ലോ റേറ്റ്. അതായത് ഈ ഔട്ട്പുട്ട് ഫ്ലോ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ലിക്വിഡ് ലെവൽ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മൾ കാണുന്നു, കാണുന്നു, സെറ്റ് പോയിന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നതിന് ശേഷം കൺട്രോളറിലേക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നു, കൺട്രോളർ വാൽവ് ഓപ്പൺ ചെയ്യണോ ക്ലോസ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ആക്ച്വേറ്ററിന് കൊടുക്കുന്നു, അത് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ ലിക്വിഡ് ലെവൽ, പ്രസന്റ് ലിക്വിഡ് ലെവൽ നമ്മൾ സെറ്റ് പോയിന്റിനേക്കാൾ താഴെയാണെങ്കിൽ ഉടനെ തന്നെ ഇൻസ്ട്രക്ഷൻ ക്ലോസ് ചെയ്ത് ഇൻപുട്ട് വരുന്നുണ്ട്, കൃത്യം വെച്ചിലെത്തി കഴിഞ്ഞാൽ വീണ്ടും ഇത് തുറന്നു. ഇതൊരു എൻ്റെ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പ്രോസസ് കൺട്രോൾ. നമ്മുടെ ബേസിക് നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് പ്രോസസ് കൺട്രോൾ. ഇതാണ് ശരിക്കും പ്രോസസ്. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫിസിക്കൽ സിസ്റ്റം കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ ആണെങ്കിൽ അതിന് വേണ്ട ഒരു ബേസിക് റിക്വയർമെന്റ് ആണ്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അഡിനോ നമുക്ക് കിട്ടും, കടയിൽ നിന്ന് കിട്ടും. ഒരു 350 rupees കൊടുത്താൽ അഡിനോ കിട്ടും. അൾട്രാസോണിക് സെൻസർ നമുക്ക് കടയിൽ നിന്ന്, ബാക്കി നമ്മുടെ വീട്ടിലുണ്ടാവും. അത് പിന്നെ ഒരു റിലേ കൂടി നമുക്ക്. ഇതിന്റെ ബാക്കി ഞാൻ പറയാം. നമ്മൾ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ അതൊരു വർക്ക് ചെയ്യുന്ന ഒരു ഫിസിക്കൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഓരോന്നായിട്ട് ഞാൻ പറയാം. ഈ അഡിനോ ആണ് മെയിൻ കൺട്രോളർ. നമ്മൾ നേരത്തെ പറഞ്ഞ കൺട്രോളർ എന്തായാലും ഉണ്ടായിരിക്കും. അഡിനോ ആണ് കൺട്രോളർ. അഡിനോ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ പ്രോഗ്രാമിൽ നമ്മൾ സെറ്റ് പോയിന്റ് ആദ്യം കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മുടെ വീട്ടിലുള്ള വാട്ടർ ടാങ്ക് ആണ് കാണുന്നത്. വാട്ടർ ടാങ്ക്, ടാങ്കിന്റെ ഹൈറ്റ് ഒക്കെ നമുക്കറിയാം. നമുക്ക് 1 മീറ്റർ വാട്ടർ നിലനിർത്തണം. നേരത്തെ പറഞ്ഞ നമ്മുടെ സെറ്റ് പോയിന്റ് 1 മീറ്റർ. ആ 1 മീറ്റർ നമ്മൾ അഡിനോയിലേക്ക് അത് എൻ്റർ ചെയ്തു. ഇതാണ് സെൻസർ, അൾട്രാസോണിക് സെൻസർ. ഇങ്ങോട്ട് കാണിച്ചിരുന്നത് അൾട്രാസോണിക് സെൻസർ ആണ് ഇവിടെയുള്ളത്. ഇതാണ് അൾട്രാസോണിക് സെൻസർ. അത് വലുതാക്കിയിട്ട് ഇവിടെ കാണിച്ചത്. അൾട്രാസോണിക് സെൻസർ ലെവൽ ഡിറ്റക്ട് ചെയ്യും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സെൻസറിൽ സെറ്റ് പോയിന്റ് നമ്മൾ 1 മീറ്റർ എൻ്റർ ചെയ്തു. ഇനീഷ്യലി ഇതിൽ വെള്ളമൊന്നുമില്ലെങ്കിൽ അൾട്രാസോണിക് സെൻസർ 0 ഇങ്ങോട്ടേക്ക് കൊടുക്കും. 0 ആണ് ലെവൽ, വാട്ടർ ലെവൽ 0 അഡിനോയിലേക്ക് വരും. അഡിനോയിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യും. 1 മൈനസ് സെറ്റ് പോയിന്റ് മൈനസ് പ്രസന്റ് വാട്ടർ മൈനസ് ചെയ്തതിന് ശേഷം അഡിനോ മനസ്സിലാക്കും. ഇതിനെ മോട്ടോർ ഓൺ ചെയ്യണം മനസ്സിലാക്കും. മോട്ടോർ ഓൺ ചെയ്യേണ്ട നിർദ്ദേശം നേരെ കൊടുക്കുക റിലേയിലേക്കാണ്. റിലേ എന്തിനാണ് എനിക്കറിയാം. കാരണം എല്ലാ പ്രോസസ്സർ അല്ലെങ്കിൽ കൺട്രോളറിൽ നിന്ന് വരുന്ന കൺട്രോൾ സിഗ്നലാണ്, പവർ സിഗ്നൽ അല്ല ഇതിന് പുറത്തേക്ക് വരുന്നത്. കൺട്രോൾ സിഗ്നലാണ്. കൺട്രോൾ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആംബിയറും റേറ്റിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ നേരിട്ട് നമുക്ക് ഒരു മോട്ടോർ റൺ ചെയ്യാൻ പറ്റില്ല. 230 വോൾട്ടിന്റെ മോട്ടോർ ആണെങ്കിൽ, 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന മോട്ടോർ ആണെങ്കിൽ നമുക്ക് അതിന് ഇടയിൽ വെക്കേണ്ട അഡിനോന്റെയും ഫൈനൽ കൺട്രോൾ എലിമെന്റിന്റെ ഇടയിൽ ഒരു റിലേ വെക്കാം. അത് ആക്ച്വേറ്റർ പോലെ ആക്ട് ചെയ്യും. റിലേ നമുക്ക് ഇവിടെ വെക്കാം. റിലേ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ അഡിനോയിൽ നിന്ന് സിഗ്നൽ റിലേയിലേക്ക് വരുന്നത് 230 വോൾട്ട് നേരെ നമ്മുടെ പമ്പിലേക്ക്, ഈ പമ്പ് നമ്മളെ കിണറിൽ നിന്ന് നേരെ പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് നയിക്കുന്നു. അപ്പോൾ വാട്ടർ നിറഞ്ഞു എപ്പോഴാണോ ഈ
മെഷേർഡ് വാല്യൂ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഡ്യൂസർ മെഷർമെന്റ് ചെയ്ത വാല്യൂ സെറ്റ് പോയിന്റിനോട് എത്തുന്നത് 1 മീറ്റർ ആവുന്നത് 1 മൈനസ് നമ്മുടെ സെറ്റ് പോയിന്റ് വാല്യൂ സീറോ, റിലേ ഡി എനർജൈസ് ആവും, പമ്പ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഇത് ഫിസിക്കലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് പോലെ ആയതുകൊണ്ടാണ് ഈ ഒരു കൂട്ടി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തത്. ഇതിൽ നമുക്ക് ചെയ്യാൻ വളരെ ചെലവ് കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 350 റുപ്പീസ്, 200 റുപ്പീസ് ഇവിടെ റിലേ ഉണ്ടാവും. റിലേ സാധാരണ റിലേ ഉപയോഗിച്ചപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേ ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ 1 HP 2 HP ഇൻഡസ്ട്രിയൽ റിലേ യൂസ് ചെയ്യും. ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. അവിടെ സെറ്റ് പോയിന്റ് ഉണ്ട്, കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയുന്നത് ലിക്വിഡ് ലെവലാണ് കൺട്രോൾഡ് വേരിയബിൾ. അതുപോലെ മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ കൺട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏത് വേരിയബിൾ ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതാണ് മാനിപ്പുലേറ്റഡ് വേരിയബിൾ. ഉണ്ടാവില്ല ഇതിന്റെ ഫ്ലോ റേറ്റ് ആണ് നമ്മുടെ മാനിപ്പുലേറ്റഡ് വേരിയബിൾ. അടുത്ത സ്ലൈഡ് ഇത് ക്ലിയർ ആയിരുന്നു. അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. പ്രോസസ് എന്താണെന്ന് പറഞ്ഞു, പ്രോസസ് കൺട്രോൾ എന്താണെന്ന്, അതിന്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ ഡീറ്റെയിൽ. ഫസ്റ്റ് കൺട്രോൾ എന്താണ് കൺട്രോൾ? മെത്തേഡ് കൺട്രോൾ മീൻസ് മെത്തേഡ് ടു ഫോഴ്സ് പാരാമീറ്റർ ഇൻ എലിമെന്റ് ഹാവ് സ്പെസിഫിക് നെയിംസ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടെമ്പറേച്ചറിനെ നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസൈഡ് വാല്യൂയിലേക്ക് എത്തിക്കുന്ന ആ മെത്തേഡിന് പറയുന്നത് കൺട്രോൾ. ഇവിടെ നമ്മൾ ലിക്വിഡ് ലെവൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വേണ്ട വാല്യൂയിലേക്ക് ലിക്വിഡ് ലെവലിലേക്ക് എത്തിക്കുന്നു. ഇതിനാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. This can be as simple as making the temperature in a room stay at 25 degrees Celsius. Simple example ആണ് room temperature 25 degrees Celsius എത്തിക്കുന്ന കൺട്രോൾ. അതുപോലെ കോംപ്ലക്സ് പ്രൊസീജിയർ കൂടി നമുക്ക് ഗൈഡിങ് എ സ്പേസ് ക്രാഫ്റ്റ് ഒരു സ്പേസ് ക്രാഫ്റ്റ് ഗൈഡ് ചെയ്യാൻ അതിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കൺട്രോൾ എന്ന് പറയുന്നത് വലിയ ഫീൽഡാണ്, ചെറിയത് മുതൽ വലിയ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രോസസ് കൺട്രോൾ. നമ്മൾ പ്രോസസ് പറഞ്ഞു, കൺട്രോൾ പറഞ്ഞു, ഇത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത പ്രോസസ് കൺട്രോൾ. When automatic control is applied to a system which are designed to regulate the value of some variable to a set point, which is called process. Simple definition ആണ്. ഒരു പർട്ടിക്കുലർ വാല്യൂവിലേക്ക് നമ്മുടെ പാരാമീറ്ററിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള എൻറ്റയർ സിസ്റ്റത്തിന് പറയുന്നത് കൺട്രോൾ സിസ്റ്റത്തിന് പ്രോസസ് കൺട്രോൾ. നേരത്തെ പറഞ്ഞു ഒരു ലിക്വിഡ് ലെവൽ നേരത്തെ നമ്മൾ കൺട്രോൾ ചെയ്തു. ആ ഒരു എൻറ്റയർ സിസ്റ്റം എന്ന് പറയുന്നത് ലിക്വിഡ് ലെവലിനെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയറിന് പറയുന്ന പേരാണ് സിസ്റ്റത്തിന് പറയുന്ന പ്രോസസ് കൺട്രോൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കൺട്രോൾ. അതുപോലെ ടെമ്പറേച്ചർ നേരത്തെ പറഞ്ഞ രണ്ടാമതൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞു, എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂമിലെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതിനെ 25 ഡിഗ്രിയിലേക്ക് നമുക്ക് കൊണ്ടുവരണം. കൺട്രോൾ സിസ്റ്റം, ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം, എൻറ്റയർ സിസ്റ്റത്തിന് പറയുന്നത്. Second definition, in process control the basic objective is to regulate the value of some quantity. നേരത്തെ പറഞ്ഞതാണ് റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക. ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്ക് ഒരു പാരാമീറ്റർ പ്രോസസ് കൺട്രോൾ. To regulate means to maintain that quantity at some desired value regardless of external influence. External influence അല്ലെങ്കിൽ ലോഡ് എന്താണെന്ന് പറഞ്ഞ സൈഡുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സെറ്റ് പോയിന്റ് കറക്റ്റ് ഡെഫിനിഷൻ ആണ്. ഇത് ആദ്യം പറയായിട്ടാണ്. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ആദ്യം സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം സെറ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇറ്റ് ഈസ് ദ വൺ ദാറ്റ് ഈസ് സെറ്റ് ബൈ ദ ഓപ്പറേറ്റർ ബൈ ഡിസൈഡ് വാല്യൂ ഫോർ എ കൺട്രോൾഡ് വാല്യൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ലിക്വിഡ് ലെവൽ ക്യാപിറ്റൽ H 1 മീറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ദിസ് 1 മീറ്റർ ഈസ് കൺട്രോൾഡ്. 1 മീറ്റർ ഈസ് കോൾഡ് സെറ്റ് പോയിന്റ്. This height is called, this level is called control. Controlled variable ഏത് വാല്യൂവിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു ആ വാല്യൂവിന് പറയുന്നതാണ് സെറ്റ്. One is controlled variable. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. It is the one that must be maintained precisely at the set point. Typically, the variable chosen to represent state of the system. അതായത് എല്ലാവരും പ്രോസസ് സിസ്റ്റത്തിനും ഒരു ടെമ്പറേച്ചർ സിസ്റ്റം ആണെങ്കിൽ എയർ കണ്ടീഷനിങ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന റെഗുലേറ്റ് ചെയ്യാൻ പോകുന്ന പാരാമീറ്റർ ടെമ്പറേച്ചർ. ഒരു ലിക്വിഡ് ലെവലിലാണെങ്കിൽ ലിക്വിഡ് ലെവലാണ് നമ്മൾ മെയിൻ.
മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ ലിക്വിഡ് ലെവൽ ഇസ് കൺട്രോൾ. എക്സാമ്പിൾ താഴ്ത്തുന്നുണ്ട്. എന്തും ഏത് പാരാമീറ്ററും നമുക്ക് ഇതുപോലെ കൺട്രോൾ. നെക്സ്റ്റ് വൺ ഇസ് മാനിപ്പുലേറ്റഡ് വേരിയബിൾ. ഇറ്റ് ഈസ് the one that can be changed in order to maintain the controlled variable at the set point. It is called controlling variable or manipulator. രണ്ട് തരത്തിൽ ശ്രദ്ധിക്കുക. കൺട്രോൾഡ് വേരിയബിൾ ഉണ്ട്, അതുപോലെ കൺട്രോളിംഗ് വേരിയബിൾ. കൺട്രോൾഡ് വേരിയബിൾ ലിക്വിഡ് ലെവലാണ്. കൺട്രോളിംഗ് വേരിയബിൾ അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഏത് പാരാമീറ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണോ ലിക്വിഡ് ലെവൽ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ വേരിയബിൾ എന്ന് പറയുന്ന പേരാണ് കൺട്രോളിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഔട്ട്പുട്ട് ഫ്ലോ റേറ്റ് ആണ് നമ്മുടെ കൺട്രോളിംഗ് വേരിയബിൾ അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് വേരിയബിൾ. എക്സാമ്പിൾ നേരത്തെ എക്സാമ്പിൾ പല എക്സാമ്പിൾ താഴ്ത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ലോഡ് വേരിയബിൾ. ലോഡ് വേരിയബിൾ അല്ലെങ്കിൽ ലോഡ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത് ഇതിലുള്ള പാരാമീറ്റർ. ഏതൊക്കെ പാരാമീറ്റർ ആണ് നിലവിലുള്ള നമ്മുടെ ലിക്വിഡ് ലെവലിന് വേരി ചെയ്യുക, നിലവിലുള്ള സിസ്റ്റത്തിന്റെ കൺട്രോൾഡ് വേരിയബിളിനെ വേരി ചെയ്യുന്ന ഏതൊക്കെ പാരാമീറ്റർ ഉണ്ടോ അതിനൊക്കെ നമുക്ക് ലോഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലിക്വിഡ് ലെവൽ സിസ്റ്റത്തിൽ ഇൻപുട്ട് ഫ്ലോ റേറ്റിന് നമുക്ക് ലോഡ് വേരിയബിൾ ഉണ്ട്. ഇൻപുട്ട് ഫ്ലോ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് ലെവൽ, നമ്മുടെ സെറ്റ് പോയിന്റ് അല്ലെങ്കിൽ കൺട്രോൾഡ് വേരിയബിളിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ലോഡ് വേരിയബിൾ ഇൻപുട്ട് ഫ്ലോ റേറ്റ്. എറർ, നേരത്തെ ഒരു എറർ ഡിറ്റക്ടർ നമ്മൾ കണ്ടു. എറർ ഡിറ്റക്ടർ അല്ലെങ്കിൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സെറ്റ് പോയിന്റ് വേരിയബിൾ ആൻഡ് മെഷേർഡ് ഇൻഡിക്കേഷൻ. എറർ ഈക്വൽ ടു ആർ മൈനസ് ബി. ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റ് പോയിന്റ് വേരിയബിൾ ക്യാപിറ്റൽ എക്സ്. ബി എന്ന് പറഞ്ഞാൽ മെഷേർഡ് ഇൻഡിക്കേഷൻ ഓഫ് ദ വേരിയബിൾ, നേരത്തെ നമ്മൾ പറഞ്ഞ സ്മോൾ എച്ച്. സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രസന്റ് ലെവൽ ടെമ്പറേച്ചർ ആണ് പ്രസന്റ് ലെവൽ. സോ എറർ ഈസ് error also called a DVX, which is the difference between set point variable and measured indication of variable. ഇനി എന്തെങ്കിലും ഇത്രയും ഉൽക്കർ സാർ എന്തെങ്കിലും ഡൗട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാവുന്നതാണ്. ഉൽക്കർ സാർ. സാർ കൺട്രോളിംഗ് വേരിയബിളും കൺട്രോൾഡ് വേരിയബിളും ഒരു ഫിസിക്കൽ എക്സാമ്പിൾ വെച്ച് ഒന്ന് പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ സാറാ മൈക്കിൽ നിന്നേ ബാക്കിലോട്ട് പോകുമ്പോ ചെറിയ സ്പീച്ച് ബ്രേക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് സെഷൻ കണ്ടിന്യൂ ആയെങ്കിൽ ആ സ്പീച്ച് ബ്രേക്ക് വരത്തില്ല. ശരി, ഓക്കെ. ഫിസിക്കൽ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലിക്വിഡ് ലെവൽ കൺട്രോൾ ആണ്. ലിക്വിഡ് ലെവൽ കൺട്രോൾ ഇതാണ് ഒരു ഓട്ടോമാറ്റിക് ലെവൽ സിസ്റ്റം. ഇതിൽ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ലിക്വിഡ് ലെവൽ കോൺസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ ഏത് പാരാമീറ്റർ ആണോ നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ടത്, ഏത് പാരാമീറ്റർ ആണോ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ആ വേരിയബിൾ ആണ് കൺട്രോൾഡ് വേരിയബിൾ. ഇവിടെ ലിക്വിഡ് ലെവലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ ലിക്വിഡ് ലെവൽ ഈസ് കോൾഡ് കൺട്രോൾഡ് വേരിയബിൾ. ഇൻ ദിസ് കേസ് ലിക്വിഡ് ലെവലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ലിക്വിഡ് ലെവൽ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാൻ അല്ലെങ്കിൽ ഇവിടെ ലിക്വിഡ് ലെവൽ നമ്മൾ സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കാൻ ഏത് പാരാമീറ്റർ ആണോ നമ്മൾ വേരി ചെയ്യുന്നത് ആ പാരാമീറ്റർ ആണ് കൺട്രോളിംഗ് വേരിയബിൾ അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ്. ഇവിടെ ലിക്വിഡ് ലെവൽ നമ്മൾ പറഞ്ഞ സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കാൻ ഇവിടെ വാട്ടറിന്റെ ഫ്ലോ റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഫ്ലോ റേറ്റ് കൂട്ടി ഇങ്ങോട്ടേക്ക് കൊടുക്കണം. സോ ലിക്വിഡ് ഫ്ലോ റേറ്റ്, ഇങ്ങോട്ടേക്ക് വരുന്ന ലിക്വിഡിന്റെ ഫ്ലോ റേറ്റ് ആണ് ഈ കൺട്രോളിംഗ് പാരാമീറ്റർ അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും സംശയം? ഈ കൺട്രോളർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മാത്രമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അല്ല. കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോ നിലവിൽ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. അതിലൊരു എക്സാമ്പിൾ മാത്രമാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ പോലെ PLC ഒരു കൺട്രോളർ ആയിട്ടേക്കാം. PLC മീൻസ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ. നെക്സ്റ്റ് വൺ ഇസ് അഡ്ഡിനോ. ഇതിൽ കാണുന്നുണ്ട്, ഇവിടെ തന്നെ നമുക്ക് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അഡ്ഡിനോയെ നമുക്ക് കൺട്രോളർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ മൈക്രോ പ്രോസസ്സറുകളും മൈക്രോ കൺട്രോളറുകളും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സറുകളെയും അതുപോലെ നോഡംസി പോലെയുള്ള സിസ്റ്റത്തിനൊക്കെ നമുക്ക് കൺട്രോളർ ആയിട്ട് ഏറ്റാം.
വേറെ എന്തെങ്കിലും സംശയം? വേറെ സംശയം ഒന്നും വന്നിട്ടില്ല സാർ. നമുക്ക് സെഷൻ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പ്രോസസ് കൺട്രോൾ നെക്സ്റ്റ് സെഷൻ ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ലിക്വിഡ് ഫിസിക്കൽ സിസ്റ്റത്തെ എങ്ങനെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആക്കി കൺവേർട്ട് ചെയ്യും. ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പഠിക്കേണ്ടത്. സ്കീമാറ്റിക് ഡയഗ്രത്തിൽ നിന്ന് ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് പോകാം. ഡയഗ്രാം നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് കൺട്രോൾ. ഇതിനെ ബ്ലോക്ക് ഡയഗ്രാം ആക്കി കൺവേർട്ട് ചെയ്യും. ബ്ലോക്ക് ഡയഗ്രത്തിന്റെ ആദ്യത്തെ ഭാഗം നമുക്കറിയാം, ഇത് സെറ്റ് പോയിന്റ് ആണ്. സെറ്റ് പോയിന്റ് ഉണ്ട്. ഈ മെഷേർഡ് വാല്യൂ നേരെ വരുന്നത് ഒരു എറർ ഡിറ്റക്ടർ. ശ്രദ്ധിക്കാം, സെറ്റ് പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെഷേർഡ് വാല്യൂ നേരെ വരുന്നത് എറർ ഡിറ്റക്ടർ. നോക്കാം, ഇതാണ് നമ്മുടെ എറർ ഡിറ്റക്ടർ. എറർ ഡിറ്റക്ടറിലേക്ക് വരുന്നത് സെറ്റ് പോയിന്റ് ആർ, പിന്നെ മെഷേർഡ് വാല്യൂ. പ്രോസസ് ഇവിടെ നമ്മൾ അൾട്രാസോണിക് സെൻസർ ആണ്. അൾട്രാസോണിക് സെൻസർ വെച്ചിട്ട് ആ സെൻസറിന്റെ ഔട്ട്പുട്ടാണ് ഇവിടെ വരുന്നത്. സോ ഫസ്റ്റ് പാർട്ട് എറർ ഡിറ്റക്ടർ. Error detector എന്ന് പറഞ്ഞാൽ it will generate error. Error means it is difference between this set point value and present condition of the process. Means here B, this is the output of an ultrasonic sensor. So B. So R minus B is error. Diagram ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഇവിടെ സെറ്റ് പോയിന്റ് വരുന്നുണ്ട്, ഇവിടെ നിന്ന് സെൻസർ എന്ന് വരുന്നത്. ഇത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് കൺട്രോളർ. ഡയഗ്രാം നോക്കുക. അത് കഴിഞ്ഞ് നേരെ കൺട്രോളർ. കൺട്രോളർ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, കൺട്രോളറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് സെറ്റ് പോയിന്റിനനുസരിച്ചില്ല. എറർ പോസിറ്റീവ് ആണെങ്കിൽ ഇതൊരു പർട്ടിക്കുലർ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. എറർ നെഗറ്റീവ് ആണെങ്കിൽ വേറൊരു സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഇനി എററിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കും. അത് കൺട്രോളറിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ. അപ്പോൾ കൺട്രോളർ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. നേരെ എങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. കൺട്രോളറിന്റെ ഔട്ട്പുട്ട് നേരെ കൊടുത്തിരിക്കുന്നത് ആക്ച്വേറ്റർ ആൻഡ് ദെൻ കൺട്രോൾ വാല്യൂ. ഈ രണ്ട് ഭാഗങ്ങളെ നമുക്ക് ഫൈനൽ കൺട്രോൾ എലിമെന്റ്. ഫൈനൽ കൺട്രോൾ എലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റഡ് വേരിയബിൾ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന, അല്ല മാനിപ്പുലേറ്റഡ് വേരിയബിളിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ഫൈനൽ കൺട്രോൾ എലിമെന്റ്. ആക്ച്വേറ്ററും വാൽവും കൂടി ചേർന്നിട്ട് നമുക്ക് ഫൈനൽ കൺട്രോൾ എലിമെന്റ് എന്ന് ഇപ്പോൾ വിളിക്കും. ആ ഡയഗ്രം കൂടി നോക്കും. ദിസ് ഇസ് എ ഫൈനൽ കൺട്രോൾ എലിമെന്റ്. ഇതിന്റെ ഉള്ളിലുണ്ട് ആക്ച്വേറ്റർ, ബാക്കി അതിന്റെ സിഗ്നൽ കണ്ടീഷൻ യൂണിറ്റ്, ആക്ച്വേറ്റർ ആൻഡ് വാൽവ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള പ്രോസസ്സാണ് ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫൈനൽ കൺട്രോൾ എലിമെന്റ്. ഫൈനൽ കൺട്രോൾ എലിമെന്റ് നമ്മുടെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. നേരെ ഫൈനൽ കൺട്രോൾ എലിമെന്റ് ഓപ്പറേഷൻ നടക്കുന്നത് പ്രോസസ്സിന്റെ ലെവലാണ് പറയുന്നത്. പ്രോസസ്സിലേക്കാണ് ഓപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം നേരെ പ്രോസസ്സായിട്ട് കണക്ട് ചെയ്തു. ഇവിടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ലിക്വിഡ് ലെവലാണ്. ഇവിടെ ലിക്വിഡ് ലെവലിൽ കണക്ട് ചെയ്തു. പ്രോസസ്സിന്റെ ഔട്ട്പുട്ടിൽ നമ്മൾ സെൻസർ വെച്ച് സെൻസർ ഫീഡ്ബാക്ക് ചെയ്താണ് സെൻസർ. ഇറ്റ് മേ ബി basic transducer or transmitter or transducer. This transducer convert this present level or present parameter into electrical form and directly feed back to this. So these are the basic block diagram of a process control. The main part of the systems are error detector, controller, final control element, process, and a transducer or measuring device. These are the basic part of a process control. The function of controller is to control the process. It will generate output in proportion to error. Final control adjusts the manipulated variable, and the process, it is a level, temperature, or any other process. Then the last part will be with sensor. The function of transducer or sensor is to measure the controlled variable at the present time and feedback it to the error detector. These are the main part of this block diagram. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. നമ്മുടെ സിലബസ് വ്യക്തമായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യമാണ് എലിമെന്റ്സ് ഓഫ് പ്രോസസ് കൺട്രോൾ.
പ്രോസസ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പ്രോസസ് കൺട്രോൾ ലൂപ്പ്. ഇതാണ് നമ്മുടെ ബേസിക് പ്രോസസ് കൺട്രോൾ ലൂപ്പ്. ഇതിലുള്ള എലിമെന്റ് ഈ കാണുന്നത് തന്നെയാണ് ഇതിന്റെ എലിമെന്റ്. അത് നമുക്ക് ഓരോന്നായിട്ട് ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ എലിമെന്റ്സ് ഓഫ് പ്രോസസ് കൺട്രോൾ ലൂപ്പ് ആ ഫസ്റ്റ് വൺ ഇസ് പ്രോസസ്. പ്രോസസ് എന്താണെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ഓപ്പറേഷൻ നടക്കുന്ന ഒരു ചേമ്പർ. സീരീസ് ഓഫ് ഓപ്പറേഷൻ നടന്നാൽ പോലെ ഓപ്പറേഷൻ നടന്നിട്ട് നമുക്ക് ഡിസൈഡ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിനാണ് പ്രോസസ് എന്ന് പറയുന്നത്. നേരത്തെ എക്സാമ്പിൾ ആയിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ് ലെവൽ ഈസ് അവർ പ്രോസസ്. സെക്കൻഡ് പാർട്ട് ഈസ് മെഷർമെന്റ്. മെഷർമെന്റ് എന്ന് പറയുന്നത് നേരത്തെ ഹ്യൂമൻ നോക്കുന്നത് ഞാൻ പറഞ്ഞു. ഹ്യൂമൻ നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രസന്റ് കണ്ടീഷൻ ഓഫ് എ സിസ്റ്റം ഓർ പ്രോസസ്. ബേസിക്കലി ഇറ്റ് ഈസ് എ ട്രാൻസ്ഡ്യൂസർ. നമുക്കറിയാം ലിക്വിഡ് ലെവൽ ആണെങ്കിൽ ലെവൽ മെഷർ ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ വേണം യൂസ് ചെയ്യാം. ടെമ്പറേച്ചർ ആണ് നമ്മുടെ പ്രോസസ് എങ്കിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ വേണം ഉപയോഗിക്കും. ലിക്വിഡ് ലെവൽ ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ചത്. അൾട്രാസോണിക് സെൻസർ ഇസ് യൂസ്ഡ് ടു കൺവേർട്ട് ദിസ് ലിക്വിഡ് ലെവൽ ഇൻടു ഇലക്ട്രിക്കൽ ഫോം. സോ മെഷർമെന്റ് എന്ന് പറയുന്നത് ഇപ്പോ ഉള്ള പ്രസന്റ് ലെവൽ മെഷർ ചെയ്യുന്ന ഡിവൈസസിനാണ് മെഷർമെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് കഴിഞ്ഞ ഉടനെ അത് മെഷർ ചെയ്യണം. എത്രയാണോ ഇപ്പോൾ ഉള്ള ലിക്വിഡ് ലെവൽ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊടുക്കും. അതാണ് മെഷർമെന്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എറർ ഡിറ്റക്ടർ. നമ്മൾ പറഞ്ഞു എറർ ഡിറ്റക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എറർ, ഡിഫറൻസ് ബിറ്റ്വീൻ സെറ്റ് പോയിന്റ് വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. മെഷേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെൻസർ പ്രസന്റ് ലെവൽ മെഷർ ചെയ്തിട്ട് നമ്മൾ എറർ ഡിറ്റക്ടറിലേക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും സെറ്റ് പോയിന്റ് മൈനസ് ഇപ്പോൾ ഉള്ള പ്രസന്റ് ലെവൽ. അപ്പൊ ആ വാല്യൂ ആണ്, ആ ക്വാണ്ടിറ്റി ആണ് എറർ. ആ എറർ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റിന് പറയുന്ന പേരാണ് എറർ ഡിറ്റക്ടർ. എറർ ഡിറ്റക്ടർ അല്ലെങ്കിൽ ഡിഫറൻസ് കാണുന്ന യൂണിറ്റ്. നെക്സ്റ്റ് വൺ ഈസ് കൺട്രോളർ. കൺട്രോളർ നേരത്തെ ഒരിക്കൽ കൂടി പറഞ്ഞു, എല്ലാ ഓട്ടോമാറ്റിക് പ്രോസസ് കൺട്രോൾ സിസ്റ്റത്തിന്റെയും മെയിൻ ഭാഗം എന്ന് പറയുന്നത് കൺട്രോളറാണ്. കൺട്രോളറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എററിന് പ്രൊപ്പോർഷണൽ ആയിട്ട് അതൊരു ഔട്ട്പുട്ട് ഉണ്ടാകും. എറർ പോസിറ്റീവ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് കൊടുക്കണം, എറർ നെഗറ്റീവ് ആണെങ്കിൽ വേറൊരു ഔട്ട്പുട്ട്. ഈ എററിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു പ്രോസസ്സിംഗ് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് കൺട്രോളർ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു കൺട്രോളർ കമ്പ്യൂട്ടറിന് ഒരു കൺട്രോളർ ആവാം, അർഡിനോന് ഒരു കൺട്രോളർ ആവാം, PLCക്ക് ഒരു കൺട്രോളർ ആവാം, മൈക്രോ പ്രോസസറിന് കൺട്രോളർ ആവാം, മൈക്രോ കൺട്രോളറിന് ഒരു കൺട്രോളർ ആവാം. ഏത് പ്രോസസറിനെ നമുക്ക് കൺട്രോളർ ആയിട്ട് ഉപയോഗപ്പെടുത്താം. ലാസ്റ്റ് പാർട്ട് ഈസ് ഫൈനൽ കൺട്രോൾ എലിമെന്റ്. നേരത്തെ പറഞ്ഞു ഫൈനൽ കൺട്രോൾ എലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോസസ്സിന്റെ സെറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഡിസൈഡ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ, പ്രോസസ്സിലുള്ള ഒരു പാരാമീറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യണം. ആ പാരാമീറ്റർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ യൂണിറ്റിനെ പറയുന്ന പേരാണ് ഫൈനൽ കൺട്രോൾ എലിമെന്റ്. നേരത്തെ ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് ഫൈനൽ കൺട്രോൾ എലിമെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കൺട്രോൾ വാൽവാണ്. കൺട്രോൾ വാൽവാണ് അവിടെ ഫൈനൽ കൺട്രോൾ എലിമെന്റ്. വാൽവ് തുറന്നിടുമ്പോൾ ഔട്ട്പുട്ട് ഫ്ലോ റേറ്റ് കൂടുന്നു. അപ്പോൾ അതിനനുസരിച്ച് പ്രോസസ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ഞാൻ ഫിസിക്കൽ എക്സാമ്പിൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലേക്കുള്ള വാട്ടർ ടാങ്കിലേക്ക് വാട്ടർ വരുന്നു. ആ ഒരു സിസ്റ്റത്തിൽ ഇൻപുട്ട് ഫ്ലോ റേറ്റ്, സിസ്റ്റത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സിലേക്ക് വരുന്ന ഫ്ലോ റേറ്റ് ആണ് നമ്മൾ കൺട്രോൾ. ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടോർ, ആ മോട്ടറിന് വേണമെങ്കിൽ നമുക്ക് ഫൈനൽ പമ്പിനെ നമുക്ക് പമ്പാണ്, ആ പമ്പിനെ നമുക്ക് ഫൈനൽ കൺട്രോൾ എലിമെന്റ് എന്ന് പറയുന്നത്. അത് ഫൈനൽ കൺട്രോൾ എലിമെന്റ് ആണ്. ഫൈനൽ കൺട്രോൾ എലിമെന്റ് മാനിപ്പുലേറ്റഡ് വേരിയബിളിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ സെറ്റ് പോയിന്റിലേക്ക് എത്തിക്കുന്നത്. ഇത്രയാണ് എലിമെന്റ്സ് ഓഫ് പ്രോസസ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രോസസ്, മെഷർമെന്റ്, എറർ ഡിറ്റക്ടർ, കൺട്രോളർ ആൻഡ് ഫൈനൽ കൺട്രോൾ. സ്ലൈഡിലേക്ക് പോകും. ഇതിൽ ക്വസ്റ്റ്യൻ പണ്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് കാണിച്ചിട്ടുണ്ട്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതുവരെ ചോദിച്ച 2 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കി. അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ മാനിപ്പുലേറ്റഡ് വേരിയബിൾ, ഡിഫൈൻ പ്രോസസ് കൺട്രോൾ, ഡിഫൈൻ ദ ടേം പ്രോസസ്, ഡിഫൈൻ ഓട്ടോമാറ്റിക് കൺട്രോൾ. നമ്മൾ പറഞ്ഞാണ് ഡിഫൈൻ മാനിപ്പുലേറ്റഡ് വേരിയബിൾ. നമ്മൾ പറഞ്ഞു ഇത് പാരാമീറ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൺട്രോൾഡ് വേരിയബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദിസ് പാരാമീറ്റർ ഇസ് കോൾഡ് മാനിപ്പുലേറ്റഡ്. പ്രോസസ് കൺട്രോൾ നമ്മൾ പറഞ്ഞു our aim is to maintain a process at a constant value or a particular value. For example, in the case of liquid level, we need to maintain the level at a particular value. This entire process is called process control. We need to using automation. This is to define the term process control in the process. In automatic control, then process control, and in the same definition, next is
6, 7, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, വലിയ ക്വസ്റ്റ്യൻസ്. ഡിസ്ക്രൈബ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പ്രോസസ് കൺട്രോൾ ലൂപ്പ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയഗ്രാം വരക്കണം. ബ്ലോക്ക് ഡയഗ്രാം നിർബന്ധമായും വരക്കണം. ബ്ലോക്ക് ഡയഗ്രത്തിൽ ഉണ്ടായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ബ്ലോക്ക് ഡയഗ്രാം വരച്ചതിന് ശേഷം ദ മെയിൻ പാർട്ട് ഓഫ് ദ സിസ്റ്റംസ് ആർ എറർ ഡിറ്റക്ടർ, കൺട്രോളർ, ഫൈനൽ കൺട്രോൾ എലിമെന്റ്, പ്രോസസ് ആൻഡ് മെഷർമെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ. These are the main part of a process control loop. Then explain different blocks. For example, for controllers, control is the main of the system. It's used to generate some output, generate some variable proportionate to error. This is a controller. Then the manipulated variable. What a final control element. Final control element is used to generate some manipulated output. Final control element is used to adjust the value of manipulated variable in order to maintain the controlled variable. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി manipulated variable adjust ചെയ്യുന്ന device ആണ് final control element. The next part is measurement unit. Measurement unit is basically a transducer that convert this physical quantity. For example, if it is a level, we need to convert this level into electrical signal. So we need a transducer. This is a measuring unit. That is narrow detector. Then define automatic control with the suitable example. Define automatic control. Explain the same thing ആണ് automatic control. Example പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ലിക്വിഡ് ലെവൽ സിസ്റ്റം നമുക്ക് പറയാം automatic. അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കും. നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂമൻ എയ്ഡഡ് കൺട്രോൾ. എക്സാമ്പിൾ എന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിന് മുമ്പ് ഹ്യൂമനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോസസ് കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു ഭാഗം കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. ഇങ്ങനെയാണ് ഹ്യൂമൻ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഡയഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് എക്സ്പ്ലെയിൻ കൺട്രോൾഡ് വേരിയബിൾ, മാനിപ്പുലേറ്റഡ് വേരിയബിൾ ആൻഡ് ലോഡ് വേരിയബിൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇല്ലസ്ട്രേറ്റ് സെൽഫ് റെഗുലേഷൻ വിത്ത് എക്സാമ്പിൾ. അടുത്ത സെക്ഷനിൽ പറയാം സെൽഫ് റെഗുലേഷൻ. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്ലെയിൻ ലെവൽ പ്രോസസ് കൺട്രോൾ സിസ്റ്റം ആൻഡ് ഐഡന്റിഫൈ പ്രോസസ് പാരാമീറ്റർ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ലെവൽ പ്രോസസ് കൺട്രോൾ സിസ്റ്റം ആൻഡ് ഐഡന്റിഫൈ ദ പ്രോസസ് പാരാമീറ്റർ. നമ്മൾ ലെവൽ പ്രോസസ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഡയഗ്രാം വരയ്ക്കുക. അതിനുശേഷം ഐഡന്റിഫൈ ദ പ്രോസസ് പാരാമീറ്റർ. പ്രോസസ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് പോയിന്റ്, കൺട്രോൾഡ് വേരിയബിൾ, മാനിപ്പുലേറ്റഡ് വേരിയബിൾ, ലോഡ് വേരിയബിൾ. ഈ ഓരോ വേരിയബിളും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. കഴിഞ്ഞാൽ അതിന് ഫുൾ മാർക്ക് കിട്ടും. ലാസ്റ്റ് വൺ ഈസ് എക്സ്പ്ലെയിൻ ദ എലിമെന്റ്സ് ഓഫ് പ്രോസസ് കൺട്രോൾ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ കണ്ടത്. അപ്പൊ ഇത് മുഴുവൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. അടുത്ത സ്ലൈഡിലേക്ക്. ദിസ് ഈസ് പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ്. പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോസസ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കൺട്രോളർ നമ്മൾ ഡിസൈൻ ചെയ്യണം. പ്രോസസ് കൺട്രോൾ സിസ്റ്റത്തിന്റെ മെയിൻ ഭാഗങ്ങളിൽ ഒന്നാണ് കൺട്രോളർ. കൺട്രോളർ എന്ന് പറഞ്ഞാൽ കൺട്രോളർ പല മോഡിലാണ്. ആ മോഡ് ഏതൊക്കെയാണ് നമ്മൾ അടുത്ത യൂണിറ്റിലാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അതിന്റെ എക്സാമ്പിൾ പറയുകയാണ് ഓൺ ഓഫ് മോഡ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലൈക്ക് എന്തെങ്കിലും ആവട്ടെ. പല മോഡിൽ ഒരു കൺട്രോളർ വർക്ക് ചെയ്യും. ഏത് മോഡാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടായിട്ട് നമ്മുടെ ഒരു പ്രോസസ്സിനെ ചേരുക എന്നത് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ് ഏത് കൺട്രോളറാണ് ഇതിന് സ്യൂട്ട് ആവുക എന്നത് തീരുമാനിക്കും. അതിനുള്ള 4 പ്രധാനപ്പെട്ട പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പ്രോസസ് ഇക്വേഷൻ, പ്രോസസ് ലോഡ്, പ്രോസസ് ലാഗ് ആൻഡ് സെൽഫ് റെഗുലേഷൻ. ഇത് നമ്മൾ ഒരു പ്രോസസ് കൺട്രോൾ സിസ്റ്റം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം. ഇത് കാണുമ്പോൾ മനസ്സിലാവും. This temperature control system, the liquid, our aim is to fix the temperature of the tank constant. TL is our controlled variable. TL is our control. TL means liquid temperature. ഈ ലിക്വിഡിന്റെ ടെമ്പറേച്ചർ ആണ് നമ്മൾ കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ഈ ലിക്വിഡിന്റെ ടെമ്പറേച്ചർ ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു കോൺസ്റ്റന്റ് വാല്യൂയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇതിന്റെ ടെമ്പറേച്ചർ. അപ്പോൾ TL is our controlled variable. ഇൻപുട്ട് ഫ്ലോ റേറ്റ് ഇവിടെ വരുന്നുണ്ട്. QA is the input flow rate. T0 is ഇൻപുട്ട്, ഈ വരുന്ന ഇൻപുട്ട് വാട്ടറിന്റെ ടെമ്പറേച്ചർ, അതാണ് T0 അല്ലെങ്കിൽ T0. TA മീൻസ് ആംബിയന്റ് ടെമ്പറേച്ചർ. ആംബിയന്റ് ടെമ്പറേച്ചർ സറൗണ്ടിങ്ങിലുള്ള ടെമ്പറേച്ചർ. QB എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഫ്ലോ റേറ്റ്, പുറത്തേക്ക് പോകുന്ന വാട്ടറിന്റെ ഫ്ലോ റേറ്റ്. QS ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ.
ഇതാണ് മാനിപ്പുലേഷൻ. ഇതൊരു മെറ്റാലിക് ട്യൂബ് വഴി നമ്മൾ സ്റ്റീം ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. സ്റ്റീമാണ് ഇതിൽ പാസ് ചെയ്യുന്നത്. ആ സ്റ്റീമിന്റെ ഫ്ലോ റേറ്റ് ആണ് QS, സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ആണ് TS. ഇവിടെ ഒരു കൺട്രോൾ വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. കൺട്രോളറുടെയും സെറ്റ് പോയിന്റുടെയും മെഷർമെന്റ്. ഇത് ഒരു കൺട്രോളർ ആയിട്ട് അല്ല ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് TL നമ്മളെ കൺട്രോൾ വേരിയബിൾ അല്ലെങ്കിൽ നമുക്ക് സെറ്റ് പോയിന്റ് വേണ്ടത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. 50 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് പോയിന്റ് 50 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കൺട്രോളറിലേക്ക് ഇൻപുട്ട് ചെയ്യും. കൺട്രോളറിലേക്ക് 50 ഡിഗ്രി സെൽഷ്യസ് ഇൻപുട്ട് ചെയ്യുമ്പോൾ ഈ കൺട്രോളറിന്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ എറർ ഡിറ്റക്ടർ ഇതിന്റെ ഉള്ളിൽ തന്നെ, കൺട്രോളറിന്റെ ഉള്ളിൽ തന്നെ എറർ ഡിറ്റക്ടർ എറർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് പോയിന്റ് മൈനസ് മെഷേർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ടെമ്പറേച്ചർ ഈ ലിക്വിഡിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്യണം. മെഷർ ചെയ്യാനുള്ള ട്രാൻസ്ഡ്യൂസർ ആണ് ഈ കാണിച്ചത്. ട്രാൻസ്ഡ്യൂസർ എന്തും ആവാം, തെർമോകപ്പിൾ ആവാം, R2 ആവാം. നമ്മൾ ഒരുപാട് ട്രാൻസ്ഡ്യൂസർ പഠിച്ചു. ആ ട്രാൻസ്ഡ്യൂസറിൽ ഏതെങ്കിലും ഒരെണ്ണം ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർ, ആ ടെമ്പറേച്ചർ കൃത്യമായി ടെമ്പറേച്ചർ ഇങ്ങോട്ടേക്ക് ഫീഡ്ബാക്ക്. ഇതിനുള്ളിൽ എറർ ഡിറ്റക്ടർ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ എറർ ഡിറ്റക്ടർ നമ്മളിപ്പോൾ കൊടുത്ത 50 ഡിഗ്രി സെൽഷ്യസ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇതിന്റെ ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിയും. ഇപ്പോൾ ഉള്ള ലിക്വിഡ് ടെമ്പറേച്ചർ 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 30 ഡിഗ്രി സെൽഷ്യസ് ഇൻപുട്ട് ചെയ്യും. നമ്മുടെ സെറ്റ് പോയിന്റ് 50 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 50 മൈനസ് 30 ഈസ് എറർ. 20 എറർ ആയിട്ട് ഇവിടെ വരും. കൺട്രോളർ 20 കിട്ടിക്കഴിഞ്ഞാൽ കൺട്രോളർ മനസ്സിലാക്കും പ്രോസസ്സിൽ ഇപ്പോൾ നിലവിൽ ടെമ്പറേച്ചർ കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ടെമ്പറേച്ചറിന്റെ ഉള്ളിലേക്ക് കൊടുക്കും. കൺട്രോളർ ഇൻസ്ട്രക്ഷൻ നേരെ കൺട്രോൾ വാൽവിലേക്ക് കൊടുക്കും. കൺട്രോൾ വാൽവ് ഓപ്പൺ ചെയ്യും. കൺട്രോൾ വാൽവ് ഓപ്പൺ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്റ്റീമിന്റെ ഫ്ലോ റേറ്റ്, ഇങ്ങോട്ടേക്കുള്ള ഫ്ലോയിന്റെ റേറ്റ്, എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീം ഇങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് കൺട്രോൾ വാൽവ്. അത്ര സ്റ്റീം ഇങ്ങനെ ഇതിന്റെ ഉള്ളിലൂടെ സ്റ്റീം പാസ് ചെയ്യുമ്പോൾ നമ്മളെ പ്രോസസ് ലിക്വിഡിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനീഷ്യലി 30 ആണ്, 30, 31 ആവും, 32 ആവും, 33 ആവും, 40 ആവും. 40 ആവുമ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. 50 മൈനസ് 40 അഗൈൻ 10 ഗ്രേറ്റർ ദാൻ 0. സോ ഇത് തുറന്നു വെച്ചിരിക്കുകയാണ്. സ്റ്റീം ഫ്ലോ റേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടി 50 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ എപ്പോഴാണോ ഈ പ്രോസസ് ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത്, അത് ഫീഡ്ബാക്ക്. സോ 50 മൈനസ് 50 എറർ ഈക്വൽ ടു 0. If error equal to 0, controller will generate some output signal. It will instruct the control valve to close the valve. ഇതിവിടെ ക്ലോസ് ചെയ്യും. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് സ്റ്റീം പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്രോസസ് ലിക്വിഡ് TL എന്ന് പറഞ്ഞ ഇപ്പോൾ ഉള്ള നമ്മുടെ വേരിയബിൾ സെറ്റ് പോയിന്റിൽ തന്നെ നീങ്ങും. ഇത് 50 ഡിഗ്രി സെൽഷ്യസ്, ഇതും 50 ഡിഗ്രി സെൽഷ്യസ് തന്നെ അത് നിൽക്കും. ഇതിവിടെ ക്ലോസ് ആയിട്ട് കിടക്കുകയാണ്, കാരണം ഇത് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് എത്തി. പക്ഷെ ഇനി നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻപുട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ടെമ്പറേച്ചർ 49 ആവാം, 48 ആവാം, 47 ആവാം. എപ്പോഴാണോ 50യിൽ ഇത് താഴുന്നത്, അപ്പോൾ 50 മൈനസ് 49 അഗൈൻ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഉടൻ ഇൻസ്ട്രക്ട് ചെയ്യും, ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറയും. ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റീം പിന്നെ ഉള്ളിലൂടെ പാസ് ചെയ്തപ്പോഴാണ് ഇത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉടനെ കൺട്രോളർ ഇൻസ്ട്രക്ട് ചെയ്യും സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ഒരു ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം. ബേസിക് ആയിട്ട് നേരത്തെ പറഞ്ഞ നമ്മളെ ബ്ലോക്ക് ഡയഗ്രമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഈ സെറ്റ് പോയിന്റ് ആൻഡ് ഫീഡ്ബാക്ക് എലിമെന്റ്, എറർ ഡിറ്റക്ടർ, കൺട്രോളർ, then manipulated variables, then control action. Here manipulated variable is steam temperature, steam flow rate. QS is our manipulated. Steam flow rate ആണ് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയുന്നത് ലിക്വിഡിന്റെ ടെമ്പറേച്ചർ ആണ് കൺട്രോൾഡ് വേരിയബിൾ. ഈ ലിക്വിഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ മാറ്റുന്ന പാരാമീറ്റർ ആണ് സ്റ്റീം ഫ്ലോ റേറ്റ്. സോ സ്റ്റീം ഫ്ലോ റേറ്റ് ഈസ് ദി മാനിപ്പുലേറ്റഡ് വേരിയബിൾ. ലിക്വിഡ് ടെമ്പറേച്ചർ ഈസ് അവർ കൺട്രോൾഡ് വേരിയബിൾ. സെറ്റ് പോയിന്റ് നമ്മൾ ഇവിടെ കൊടുക്കും, ടെമ്പറേച്ചർ ഈസ് ദി സെറ്റ്. ബേസിക് ആയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. Process characteristics, first one is process equation. Process equation is TL. TL is our controlled variable. Controlled variable നെ അഫക്റ്റ് ചെയ്യുന്ന ബാക്കി എല്ലാ പാരാമീറ്ററുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്. Controlled variable TL is a function of QA, QB, QS, TA,
TS, T0. QA, QB means flow rate in the pipe A and B. A and B means here Q rate QA, the QB. QS steam flow rate, TA ambient temperature, surround temperature, TS steam temperature, T0 ഈ വരുന്ന ലിക്വിഡിന്റെ ടെമ്പറേച്ചർ, ഇൻപുട്ട് ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ്. ഇതിനെ നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് കാണിക്കാം. അതായത് കൺട്രോൾഡ് വേരിയബിൾ TL എന്ന ലിക്വിഡ് ടെമ്പറേച്ചറിനെ വേരി ചെയ്യാം. ഇതിലുള്ള ഈ TL-നെ വേരി ചെയ്യുന്ന ബാക്കി എല്ലാ പാരാമീറ്ററിനെയും ഇക്വേഷൻ പോലെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുന്ന പറയുന്ന പേരാണ് പ്രോസസ് ഇക്വേഷൻ എന്നുള്ളത്. TL is a function of this following parameter. So this is a process equation. Next, process load. Process load is the set of parameter excluding the controlled variable. Controlled variable ഒഴികെ ബാക്കിയുള്ള മുഴുവൻ പാരാമീറ്ററിനെ പറയുന്ന ബേസിക് ആയിട്ട് പറയുന്ന പേരാണ് പ്രോസസ് ലോഡ്. പ്രോസസ് ലോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ് ലാഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ ആണ് പ്രോസസ് ലാഗ്. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രോസസ് ലോഡിൽ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇൻപുട്ട് ഫ്ലോ റേറ്റ് വന്നുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇത് 50 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുക. നമ്മുടെ ഈ പ്രോസസ് 50 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ സെറ്റ് പോയിന്റ് 50 കൊടുത്തു, അപ്പോൾ 50 തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. 50 കിട്ടിക്കഴിയുന്ന ഈ സ്റ്റേജിലേക്ക് ഇൻപുട്ട് ഫ്ലോ റേറ്റ് പെട്ടെന്ന് ഡബിൾ ആണ്. QA എന്നുള്ള വാല്യൂ പെട്ടെന്ന് ഡബിൾ ആണ് എന്ന് പറഞ്ഞാൽ നേരത്തെ വരുന്നതിനും ഇരട്ടി സ്പീഡിൽ ഇൻപുട്ട് ഫ്ലോ റേറ്റ് വന്നു. ഫ്ലോ റേറ്റ് ഡബിൾ ആണ്. ഫ്ലോ റേറ്റ് ഡബിൾ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ TL കുറച്ച് പോകും. 50 ഡിഗ്രി സെൽഷ്യസ് പെട്ടെന്ന് തന്നെ താഴ്ന്നു 40 ഡിഗ്രി സെൽഷ്യസിലേക്ക്, 35 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് താഴ്ന്നു. പെട്ടെന്ന് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഉടനെ ഈ ലൂപ്പ് വർക്ക് ചെയ്തിട്ട് ഇത് പ്രോസസ്സ് ചെയ്ത് സ്റ്റീം ഇതിൽ ഇങ്ങോട്ടേക്ക് വന്ന് ഇത് വീണ്ടും 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കാൻ എടുക്കുന്ന ആ ടൈം, ആ ഒരു ലാഗിന് പറയുന്ന പേരാണ് പ്രോസസ്. ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനീഷ്യലി നമ്മൾ സെറ്റ് പോയിന്റ് 50 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തു. ഈ സിസ്റ്റം 50 ഡിഗ്രി സെൽഷ്യസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇൻസ്റ്റന്റിൽ ഒരു പ്രോസസ് ലോഡ് ചേഞ്ച് ആയി. പ്രോസസ് ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ലോഡാണ്. ഇവിടെ ഇൻപുട്ട് ഫ്ലോ റേറ്റ് ഡബിൾ ആവാന്ന് പറഞ്ഞാൽ ലോഡ് ചേഞ്ച് ചെയ്യും. ഇൻപുട്ട് ഫ്ലോ റേറ്റ് ഡബിൾ ആയി. നേരത്തെ വന്നതിന്റെ ഇരട്ടി സ്പീഡിൽ വാട്ടർ ഇൻപുട്ടിൽ വരുന്നുണ്ട്. ഇൻപുട്ടിൽ ഡബിൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് 50 ഡിഗ്രി സെൽഷ്യസ് പെട്ടെന്ന് താഴ്ന്നു. പെട്ടെന്ന് ഒരു 40 ഡിഗ്രിയോ 30 ഡിഗ്രിയോ ആയിട്ട് താഴ്ന്നു പോകുന്ന ആ ഇൻസ്റ്റന്റ് മുതൽ ഈ ലൂപ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ ലൂപ്പ് ഇവിടെ വന്നു, കൺട്രോളർ ഇൻസ്ട്രക്ട് ചെയ്യും, പെട്ടെന്ന് തുറന്നു വിടാൻ കൊടുക്കും. ഉള്ളു തുറന്ന് സ്റ്റീം ഇങ്ങോട്ടേക്ക് വരും. സ്റ്റീം വന്ന് വീണ്ടും ഇത് 50 ഡിഗ്രി സെൽഷ്യസ് ആവാൻ കുറച്ച് സമയമുണ്ട്. ഇത്രയും ആക്ഷൻ നടന്നു. ഈ ഒരു ഓവറോൾ ടൈമിന് പറയുന്ന പേരാണ് പ്രോസസ് ലാഗ്. A process load change causes a change in the controlled variable. The process control loop responds to assure some finite time later that the variable returns to set point. Part of this time consumed by the process itself is called process lag. Last one is self-regulation. Self-regulation നമ്മൾ ആദ്യം പറയേണ്ടതായിരുന്നു. അപ്പോഴാണ് കുറച്ചുകൂടി അത് മനസ്സിലാക്കാൻ എളുപ്പമായി. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്യൂഇൻ കോൺസ്റ്റന്റ് ആണ്. ഒരു മോട്ടോർ വെച്ച് നമ്മൾ ക്യൂഇൻ വന്നുകൊണ്ടിരിക്കുന്നു. ക്യൂ ഔട്ടിൽ നമുക്ക് കൺട്രോൾ ഒന്നുമില്ല. ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒന്നുമില്ല. ക്യൂഇൻ വന്നുകൊണ്ടിരിക്കുന്നത്. ക്യൂ ഔട്ട് നമ്മൾ ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്. വാൽവ് ഫുൾ ഓപ്പൺ ആണ്, പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ക്യൂഇൻ കുറവും ക്യൂ ഔട്ട് കൂടുതലുമാണെങ്കിൽ, ഔട്ട് ഫ്ലോ റേറ്റ് കൂടുതലും ഇൻഫ്ലോ റേറ്റ് കുറവുമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ലെവൽ കുറഞ്ഞു. തിരിച്ച് ക്യൂഇൻ കൂടുതലും ക്യൂ ഔട്ട് കുറവുമാണെങ്കിൽ ഇതിന്റെ ലിക്വിഡ് ലെവൽ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ക്യൂ ഔട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് ഹൈറ്റ്. ക്യൂ ഔട്ടും ഈ ഹൈറ്റും തമ്മിലൊരു ബന്ധമുണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ക്യൂ ഔട്ട് കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇവിടെ കൺട്രോൾ വാൽവ് ഒന്നുമില്ല, ഓപ്പൺ ആണ്. ആ ഒരു ഇൻസ്റ്റന്റിൽ ക്യൂഇനും ക്യൂ ഔട്ടും ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആവും. കാരണം എച്ച് കൂടുന്നതിനനുസരിച്ച് ക്യൂ ഔട്ട് കൂടി വരും. എച്ച് കൂടുമ്പോൾ ക്യൂ ഔട്ട് കൂടി ക്യൂഇനിന്റെ ഈക്വൽ ആകുമ്പോൾ, ക്യൂഇനും ക്യൂ ഔട്ടും ഈക്വൽ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഈ എച്ച് ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്യും.
ഏതോ ഒരു റെഫറൻസ് വാല്യൂ. ഈ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് സെൽഫ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. ഇതിന് പക്ഷേ ഒരു സെറ്റ് പോയിന്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഏതോ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് റെഗുലേറ്റ് ചെയ്യും. അതിന് കാരണം ഈ ക്യൂ ഇൻ ഇൻപുട്ട് ഫ്ലോ റേറ്റ്, if input flow rate is equal to output flow rate, we can maintain the liquid level at a particular constant value. This process and a process called self-regulation. ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. നമുക്ക് ഇവിടെ നിർത്താൻ തോന്നുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. സാർ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്തതാണ്. അത് സെഷനിൽ ഡെഫിനിഷൻസിന്റെ ഒക്കെ റെപ്പറ്റീഷൻ ആണ് ചോദിച്ചത്. അത് നമുക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാം. ക്ലോസ്ഡ് ലൂപ്പിന് മാത്രമാണോ കൺട്രോളിങ് ആപ്ലിക്കബിൾ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്ലോസ്ഡ് ലൂപ്പ് മാത്രമല്ല, രണ്ട് ടൈപ്പ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ബേസിക്കലി രണ്ട് ടൈപ്പാണ് നമ്മൾ കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഒന്ന് ക്ലോസ്ഡ് ലൂപ്പ്, ഒന്ന് ഓപ്പൺ ലൂപ്പ്. ക്ലോസ്ഡ് ലൂപ്പിൽ മാത്രമേ നമ്മൾ ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹൈവേയിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രാഫിക് സിസ്റ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് വാഹനം പോകേണ്ടത് നമ്മൾ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3 മിനിറ്റ് ആണ്, 3 മിനിറ്റ് പച്ച ലൈറ്റ് ഓൺ ചെയ്യണം, 3 മിനിറ്റ് ആണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു ഇത്ര വാഹനം കടന്നു പോയാൽ പച്ച തെളിഞ്ഞ് റെഡ് ആവണം എന്ന് നമ്മൾ അവിടെ തീരുമാനിക്കുന്നില്ല. അത്തരം സിസ്റ്റത്തിന് നമുക്ക് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയാം. പക്ഷെ അവിടെ കൺട്രോൾ ഉണ്ട്, ഇത്ര ടൈം കഴിഞ്ഞാൽ ഓൺ ആവണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. ക്ലോസ്ഡ് ലൂപ്പിലേക്ക് വരുമ്പോൾ മാത്രമേ ഫീഡ്ബാക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം നിലവിൽ എത്രയാണെന്ന് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് ഔട്ട്പുട്ട് കൊടുക്കുന്നു. രണ്ട് തരത്തിലാണ് കൺട്രോൾ സിസ്റ്റം, ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. വേറെ എന്തെങ്കിലും സംശയം? സാർ സാർ വേറെ ഡൗട്ട്സ് ഒന്നും അധികം വന്നിട്ടില്ല സാർ. നമുക്കൊരു 2 മിനിറ്റ്, കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ, നമുക്ക് 2 മിനിറ്റും കൂടെ നോക്കാം. നമുക്ക് 2 മിനിറ്റ് ഒന്നും, കാരണം കുട്ടികൾ ഡൗട്ട്സ് എല്ലാം എഴുതി വെച്ചത് ടൈപ്പ് ചെയ്യാനായിട്ട് സമയം എടുക്കും. നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 1:30 തന്നെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന എക്സാമ്പിൾ ഫോർ ലോഡ് വേരിയബിളിന് ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ആണെന്ന് നമ്മൾ പറഞ്ഞു. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ലോഡ് വേരിയബിൾ എന്താണ്? ലോഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് അതിന്റെ ഡെഫിനിഷൻ, ഇതിന്റെ കൺട്രോൾഡ് വേരിയബിളിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് ലോഡ് എന്ന് പറയും. ഈ സിസ്റ്റത്തിലാണെങ്കിൽ TL ആണ് നമ്മൾ കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് ടെമ്പറേച്ചർ ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ലിക്വിഡ് ടെമ്പറേച്ചറിനെ ആൾട്ടർ ചെയ്യുന്ന എല്ലാ പാരാമീറ്ററിനും നമുക്ക് ലോഡ് വേരിയബിൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇൻപുട്ട് ഫ്ലോ റേറ്റ് കാണുന്നുണ്ട് QA, അതുപോലെ ഇൻപുട്ട് ടെമ്പറേച്ചർ T0. നമുക്ക് ഈ ഇൻപുട്ട് ഫ്ലോ റേറ്റ് നമുക്കൊരു ഇനീഷ്യലി ഇത് വരുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇൻപുട്ട് ഫ്ലോ റേറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് വന്നുകൊണ്ടിരിക്കും. ഇൻപുട്ട് ഫ്ലോ റേറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. ആ 25 ഡിഗ്രി സെൽഷ്യസിനൊക്കെ ഇക്വാലന്റ് ആയിട്ടുള്ള കൺട്രോൾ ആക്ഷൻ കൊടുത്തിട്ട് ഇത് 50 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വരുന്ന ടെമ്പറേച്ചർ പെട്ടെന്ന് ഡബിൾ ആയി വിചാരിക്കും. നേരത്തെ പറഞ്ഞ 25 ഡിഗ്രി 50 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 25 30 ഡിഗ്രി ആയിരിക്കും. ആ 30 ഡിഗ്രി സെൽഷ്യസ് ഇതിനെ ആൾട്ടർ ചെയ്യാം, പെട്ടെന്ന് ഇതിന്റെ സിസ്റ്റത്തെ മാറ്റാം, ഇതിന്റെ ടെമ്പറേച്ചറിനെ വേരി ചെയ്യും. അപ്പോ ആ ഒരു വേരിയബിളിനെ നമുക്ക് ലോഡ് വേരിയബിൾ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ട് ഫ്ലോ റേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വരുന്നത് പെട്ടെന്ന് ഡബിൾ ആവുകയാണെങ്കിൽ ഈ കൺട്രോൾഡ് വേരിയബിളിനെ അത് മാറ്റും, ഈ വാല്യൂ അതിന് ചേഞ്ച് ചെയ്യും. നമ്മൾ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്, പെട്ടെന്ന് കൂട്ടും അല്ലെങ്കിൽ കുറക്കും. അപ്പൊ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ബാക്കി പ്രോസസ്സിന് പുറത്ത് കിടക്കുന്ന പ്രോസസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ വേരിയബിളും നമുക്ക് ലോഡ് വേരിയബിൾ എന്ന് പറയും. മറ്റെന്തെങ്കിലും സംശയം? വേറെ ഒന്നും ഡൗട്ടും ചോദിച്ചിട്ടില്ല സാർ. നമുക്ക് അങ്ങനെയാണെങ്കിൽ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഷൈജു സാർ, താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ പ്രസന്റേഷൻ.